കുച്ചിപ്പുടിയും കളിച്ചോണ്ട് വന്നിട്ടുണ്ട്. വാ കയറിയിരുന്നോ? കാശിയുടെ സീറ്റിൽ കയറിയിരുന്നേ. ടീച്ചറിനെ വെടിവെച്ചു കൈ. കാശിക്കുട്ടിന് അങ്ങനെ അതേ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുവാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? നീ നാളെ വിളിക്കും ടീച്ചർ കേട്ടോ. വിളിക്കാം ടീച്ചറിനെ വിളിക്കാം. നമുക്കെന്നാ നമുക്ക് ലുലു പോണ്ടേ ആശി? എന്നാ വാ റെഡിയാവും. അച്ഛനെ വിളിക്കണ്ടേ ലുലു പോവാൻ? പറ്റിച്ചേ. ഉടുപ്പൊക്കെ ഊരാൻ പോവാ അല്ലേ? ഇതൊക്കെ തുറന്നു നോക്കിട്ടാണ് ഊരണേ. ഓക്കെ, എന്തൊക്കെ മേടിച്ചു നോക്കാം. ഉടുപ്പ് ഊരണ്ട പിള്ളേടെ. ഉടുപ്പ് മാറിയിട്ട് എന്തോ ഉടുപ്പ് മാറിയിട്ട് സാധനങ്ങളൊക്കെ തുറന്നു നോക്കിയാ മതിയാ? ഓക്കെ, എന്നാ ഉടുപ്പ് മാറാവാ. അടുത്ത അവരെടുക്ക് പോയി. 1 2. നിന്നെ അവര് സീലടിക്കും. കടയിൽ പോയി വന്ന ശേഷം കാശിക്കുട്ടന്റെ പുറത്ത് വെച്ച സാധനങ്ങളൊക്കെ അകത്തേക്ക് കൊണ്ടുവെക്കാൻ കേട്ടോ. ഏട്ടൻ അങ്ങനെ മേശ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ മേശ ഉണ്ടാ ഗൈസ്. ഇതിനകത്തത് ഇങ്ങനെ ഒരു വലിപ്പുണ്ട്. വലിപ്പല്ല, ഒരു അറ. എന്താ പറയാട്ടാ? രഹസ്യ അറയുണ്ട് ഗൈസ്. കണ്ടോ? പക്ഷെ നമ്മുടെ വിലപ്പെട്ട കശുവണ്ടി, മിക്സ്ചർ, ബിസ്ക്കറ്റ്, അങ്ങനെ ഭാര്യമാര് കട്ടെടുക്കണ, ഭാര്യമാരല്ല കെട്ടിമാര് കട്ടെടുക്കണ സാധനങ്ങളൊക്കെ ഇതിനകത്ത് എടുത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഈ മേശ ഞങ്ങള് ഇച്ചിരി ഇളക്കുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഈ മേശ ഒന്ന് ആദ്യം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാശിക്കുട്ടിനെ ഒരു ക്ലാസ് കയറി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ടാണ് അവൻ ഇരിക്കുക. അപ്പോൾ അവൻ ഇരിക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കയറുന്നിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് അവൻ ക്ലാസ്സിൽ കയറണം കേട്ടോ. അല്ല വാ നോക്കിയേ, അച്ഛൻ മേശ എന്താ കാണിക്കണമെന്ന് നോക്കിയേ. വാ, നമ്മൾ കാർബോർഡ് പെട്ടിയൊക്കെ ഓരോ സാധനം ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ച് വെച്ചേക്കാം. വാ കാണിച്ചു തരാം. വാ ചെല്ലേ. വാ കാശിക്ക് ക്ലാസ്സിൽ കയറാനായിട്ട് ഇതേ കുച്ചിപ്പുടിയും കളിച്ചോണ്ട് വന്നിട്ടുണ്ട്. വാ കയറിയിരുന്നോ? കാശിയുടെ സീറ്റിൽ കയറിയിരുന്നേ. ഫോൺ എടുത്തുണ്ടോ ഏട്ടാ? കാശിയുടെ സീറ്റിൽ കയറിയിരുന്നോ? കേറിപ്പോട്ടെ. ഓഫ് ഫോൺ എടുത്തുണ്ടോ ഒറ്റ അമ്മ? അവിടെ ഇരുന്നോ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ പോയിട്ട് ഫോൺ എടുത്തുണ്ടോ ഒറ്റ. ഇപ്പൊ വിളിക്കും കാശിക്കുട്ടനെ, ഇപ്പൊ വിളിക്കും. ആരാ വിളിക്കാൻ പോണേ? പേന പുസ്തകമൊന്നും വേണ്ട, അല്ലാണ്ട് പഠിക്കാം നമുക്കല്ലേ. അല്ലാണ്ട് കഥയും പാട്ടൊക്കെ കേക്കാലോ അല്ലേ? ഇപ്പൊ അതൊക്കെ തരാം അമ്മ എടുത്തോണ്ട് പറ്റേ പോയി ഫോൺ കേട്ടാ. കുട്ടാ ഇപ്പൊ ടീച്ചർ വിളിക്കൂലോ, വേഗം വന്നിരിക്കേ. അങ്ങനെ പേനയൊക്കെ എടുത്തോ, വട്ടമൊക്കെ വരക്കാനുള്ളതാ പിള്ളക്ക്. പിടിച്ചോ, അതങ്ങോട്ട് പോട്ടെ. എന്തോ പറിച്ചെടുത്തുണ്ടായി ഗൈസ്, അതെടുത്ത് എറിഞ്ഞു കളഞ്ഞ്. ഞാൻ ഒട്ടിച്ചു വെച്ചേക്കണ എന്തോ സാധനം പെന്ന് അത് പറിച്ചെടുത്താണ്. ഓക്കെ, പേനയൊക്കെ എടുത്തിരുന്നോട്ടാ. ഇപ്പൊ വിളിക്കും ടീച്ചർ അല്ലേ? കാശിക്ക് എന്തൊക്കെ പറഞ്ഞുതരും? കാശിക്ക് എന്തൊക്കെ പറഞ്ഞുതരും? കാശിക്കുട്ടിനെ അങ്ങനെ ക്ലാസ്സിൽ കയറി ഇരിക്കുവാണ് കേട്ടോ. നമ്മൾ കാശിക്കുട്ടിനെ ഇവിടെ വന്നിട്ട് സ്കൂളിലൊന്നും ചേർത്തിട്ടില്ല. 3 വയസ്സ് ഇപ്പം അല്ല ആയുള്ളൂ. അപ്പോൾ അംഗനവാടി പോകേണ്ട പ്രായമാണ് അവൻ്റെ. പ്ലേ സ്കൂളിലൊക്കെ വിടേണ്ടത്. പക്ഷേ നമ്മളിവിടെ അടുത്ത് നോക്കിയിട്ട് കുറച്ച് ദൂരെയാണ് പ്ലേ സ്കൂളുള്ളത് തന്നെ. അപ്പോൾ കാശിക്കുട്ടിനെ നമ്മൾ കൊണ്ടുവന്നാക്കണമെങ്കിൽ രാവിലെ 7 മണിക്ക് കൊണ്ടുവന്നാക്കിയിട്ട് 11 മണിയാകുമ്പോഴേക്കും 11:30-12 മണിയാകുമ്പോഴേക്കും തിരിച്ചു കൊണ്ടു കേട്ടോ. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ടീച്ചറിൻ്റെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്ലേ സ്കൂളിലാക്കാന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടൊരു കാര്യമുണ്ടാവും. കൊണ്ടുവന്ന് എനിക്ക് പോകാൻ പറ്റുന്ന ദൂരമായിരുന്നെങ്കിൽ എനിക്ക് പോകുമായിരുന്നു. പക്ഷേ എങ്കിൽ എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഏട്ടനാണെങ്കിലും രാവിലെ 7 മണിക്ക് കൊണ്ടുവന്നാക്കിയിട്ട് പിന്നെ 11 മണിക്ക് എന്നെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി പോയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കാശിക്കുട്ടി ഇങ്ങനെ ഓൺലൈൻ എന്തെങ്കിലും ക്ലാസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നോക്കിയപ്പോഴാണ് ടീം ഇൻ്റർവെല്ലിൻ്റെ ഒരു കോഴ്സ് നമ്മൾ അറിഞ്ഞിട്ട് കാശിക്കുട്ടി അങ്ങനെ ചേർത്തിട്ടൊക്കെ ഉണ്ടാവും. കാശിക്കുട്ടി അങ്ങനെ ടീച്ചറോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാറുണ്ട്. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം കാശിക്കുട്ടിന് അത്ര
ഇഷ്ടം ഉണ്ടായില്ല കേട്ടോ പഠിക്കാൻ വേണ്ടിയിട്ട്. അവൻ ആദ്യം റെസ്പോണ്ട് ഒന്നും ചെയ്യണ്ടായില്ല. എൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്ത് കുറച്ച് നേരം അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരിക്കുന്നത് മാഷാൻ ബെയറൊക്കെ കാണുമ്പോഴാണ് ഫോണൊക്കെ നോക്കിയിരിക്കുന്നത്. അവൻ ഫോൺ അധികം സമയം യൂസ് ചെയ്യാറില്ല. എൻ്റെ കൂടെ എപ്പോഴും ക്രാഫ്റ്റാണ് ചെയ്യാറ്. സോ അങ്ങനെ ഞാൻ കാശിക്കുട്ടിനെ അങ്ങനെ ക്ലാസ്സിൽ ചേർത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവന് ടീച്ചറേക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ടീച്ചർമാർ ആദ്യം പഠിപ്പിക്കുമെന്നല്ല കേട്ടോ ചെയ്യണേ. കുഞ്ഞുങ്ങളാദ്യം നമുക്ക് ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് കുഞ്ഞു മക്കൾക്ക്, അതായത് പ്രീ KG കുട്ടികൾക്ക് കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസൊക്കെ കൊടുക്കും. ഇവരുടെ കയ്യിലുള്ള സാധനങ്ങളെ പറ്റിയിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ ആ ടീച്ചറിനെ വെടിവെക്കണാട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ടീച്ചർ. ഇപ്പോൾ കാശിക്കുട്ടി എന്ന് പറഞ്ഞ ടീച്ചറായിട്ട് നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവരുടെ വീഡിയോസ് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ചെയ്യണേ കണ്ടിട്ടാണ് നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ. കാശിക്കൊണ്ട് ആദ്യമൊന്നും സമ്മതിക്കില്ലായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. അവൻ എൻ്റെ പുറകെ ഇരുന്ന് നേരെ നടക്കുമല്ലോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവൻ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരമൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഇങ്ങനെ എടുത്ത് വന്നിട്ടുണ്ട്. 1 മണിക്കൂർ വരെ ഇവർ ക്ലാസ് എടുക്കും കേട്ടോ. ഒരു കുട്ടിക്ക് ഒരു ടീച്ചറാണ് ഒരു കുട്ടിക്ക് കൊടുക്കുക. ഒരു ടീച്ചർ കുട്ടി എന്നുള്ള ഒരു ഇതല്ലാണ്ട് ഒരു അമ്മ കുഞ്ഞെന്നുള്ള ബന്ധം അതുപോലെ ഒരു ടൈപ്പ് ക്ലാസ്സും കൂടിയാണ് ഇവന് കൊടുക്കുന്നത് കേട്ടോ, കുഞ്ഞു കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇവനിപ്പോൾ കളേഴ്സും ക്രയോൺസ് കളർ പേപ്പേഴ്സൊക്കെ ടീച്ചർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം കാണാൻ പറ്റും. ഇവൻ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ വേറെ അധികം ആരോടും മിങ്കിൾ ചെയ്യാറില്ല കേട്ടോ. വീട്ടിൽ അറിയാവുന്നവരോട് മാത്രമേ അവൻ അധികം മിണ്ടുള്ളൂ. ഇങ്ങനെ ഫോണിൽ വിളിക്കുമ്പോഴും അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവൻ മിണ്ടാറില്ല കേട്ടോ. ഇപ്പോൾ ടീച്ചറായിട്ട് നല്ല കൂട്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്കതൊരു പോസിറ്റീവായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഇവരിപ്പോൾ 3 വയസ്സ് തുടങ്ങി 5 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ സ്പെല്ലിങ്ങും ആൽഫബറ്റ്സും കുഞ്ഞു കുഞ്ഞു വേർഡ്സുകളൊക്കെ, അത് ABC, കുഞ്ഞു ക്യാറ്റ്, നമ്മൾ ചെറിയ വേർഡ്സൊക്കെ ഉണ്ടല്ലോ, പാരറ്റ്, പീക്കോക്ക്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വേർഡ്സിൻ്റെയൊക്കെ അല്ലെങ്കിൽ വേർഡ്സിൻ്റെയൊക്കെ സ്പെല്ലിങ്ങൊക്കെ ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വേർഡ്സുകളൊക്കെ ഇവർ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവർ ക്ലാസ് റൂമായിട്ടുള്ള കോഴ്സുകളും വേറെ കൊടുക്കുന്നുണ്ട് കേട്ടോ. KG മുതൽ +2 വരെയുള്ള ലെവലിലുള്ള കുട്ടികൾക്ക് അങ്ങനത്തെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. എല്ലാ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ളതും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എക്സാംസ്, പാരൻറ്റ് ടീച്ചർ മീറ്റിങ്സ്, അതൊക്കെ ഇവർ വെക്കാറുണ്ട്. പിന്നെ എനിക്ക് ക്യാച്ചി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു ഒരു ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുത്തും വായന അറിയാത്ത കുട്ടികൾക്ക് 20 മുതൽ 40 ദിവസത്തിനുള്ളിൽ അവരത് സെറ്റാക്കി കൊടുക്കുമെന്നാണ് പറയണത്. അപ്പോൾ ഈ കൊറോണ ടൈമിലൊക്കെ നമ്മൾ കുട്ടികളെ സ്കൂളിലൊന്നും പോകാണ്ട് വീട്ടിൽ തന്നെ ആയിരിക്കും ഇരുന്നത്. അപ്പോൾ കുറേ പേർക്കൊക്കെ എഴുതാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. നമ്മളിപ്പോൾ സ്കൂളിൽ ഞാൻ പറഞ്ഞില്ല, അംഗനവാടിയിൽ ഇപ്പോൾ എഴുത്ത് പഠിപ്പിക്കണമൊന്നുമില്ല. LKG ചെന്ന് കഴിയുമ്പോൾ അവിടെയാണ് ഇപ്പോൾ Aയും Bയും വരയൊക്കെ വരക്കാനൊക്കെ ആദ്യം പഠിപ്പിക്കുക. സോ അമ്മമാർക്കായിരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ അമ്മമാരൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇവരെ ഇത് മുഴുവൻ ടൈം ഇരുന്ന് പഠിപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഇവർ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ക്യാമ്പ് ഉണ്ട് കേട്ടോ, 3 ദിവസത്തെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് എങ്ങനെയാണ് ഇവർ പഠിപ്പിക്കണേ, എന്തൊക്കെ മെത്തേഡ്സാണ് ഇവർ യൂസ് ചെയ്യണതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ക്യാമ്പ് ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ട് ഇവരെങ്ങനെയാണ് ക്ലാസ് കൊടുക്കണേ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോയെന്നൊക്കെ ഈ ഒരു ക്ലാസ് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് ഇവരുടെ എങ്ങനെ ടീച്ചിങ് രീതിയൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ ഒരു ഗൂഗിൾ ഫോം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അതൊന്ന് ഫില്ല് ചെയ്ത് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് ഇവരെങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, നമ്മുടെ ഓരോ കുട്ടികൾക്കും സെപ്പറേറ്റ് എങ്ങനെയാണ് അവരുടെ രീതികളൊക്കെ മനസ്സിലാക്കി അവരെങ്ങനെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യണമെന്ന് അറിയാൻ പറ്റും കേട്ടോ. കൂടാതെ ഇവരുടെ ക്ലാസ്സിൻ്റെ വേറെ ഡീറ്റെയിൽസും ഒത്തിരി കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. KG തുടങ്ങി +2 വരെയുള്ള കുട്ടികൾക്ക്. പിന്നെ ടീച്ചിങ് കോഴ്സുകളും ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ട് ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. വേണമെന്നുള്ളവരെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാശിക്കുട്ടൻ ടീച്ചർ ഫോൺ വെച്ചതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ കരഞ്ഞിരിക്കുവാണ് കേട്ടോ. വിളിക്കാം ടീച്ചറിനെ വിളിക്കാം. നമുക്ക് ലുലു പോണ്ടേ ആശി? എന്നാ വാറടിയാവും. അച്ഛനെ വിളിക്കണ്ടേ ലുലു പോവാൻ? ഒന്നിറങ്ങ. ഇല്ലല്ലോ അച്ഛൻ ഉറങ്ങിയ. ഇത് തൊട്ടാ ഒന്നും ഷോക്ക് അടിക്കൂല. ഇല്ല ഇത് തൊട്ടാ ഷോക്ക് അടിക്കൂല. എന്നാലും തൊടണ്ട, അങ്ങോട്ട് പോര്. ഇതിലേ വാ അതിലേ വരാൻ പറ്റാത്ത. ഓക്കെ. അച്ഛനോട് എണീക്കാൻ പറയണ്ടേ? കാശി എങ്ങനെ നെസ്റ്റോല് വന്നേക്കാൻ കേട്ടോ, അറബി ഉടുപ്പൊക്കെ ഇട്ടിട്ട്. ഇറങ്ങിക്കോ, ഇറങ്ങ. കാശി എവിടെ പോവാ? എവിടെ? ചില അച്ഛനടുത്തേക്ക് നോക്കോ. അപ്പോൾ ഞങ്ങൾ ലുലുവിലല്ലാട്ടെ എന്ന് പോയത്. അപ്പോൾ കാശിക്കുട്ടിനെയും കൊണ്ട് നമ്മൾ കുറച്ച് പർച്ചേസിങ്ങിന് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള നെസ്റ്റോലാണ്ട് അടുത്ത് വന്നേക്കണേ. തൊട്ടടുത്ത് നെസ്റ്റോളാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് പോകേണ്ടതുകൊണ്ട് നമ്മൾ വേഗം തന്നെ നെസ്റ്റോൽ വന്നിട്ടുണ്ട്. അപ്പോൾ കാശിക്കുട്ടൻ അറബി ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നേക്കണേ. അപ്പോൾ അതിട്ടുണ്ട് അവൻ കുറേ നേരം റെഡിയായി നിന്നായിരുന്നു. വൈകുന്നേരം ഈ ഉടുപ്പ് തന്നെ ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അങ്ങനെ അറബി ഉടുപ്പൊക്കെ ഇട്ട് ചെറുക്കൻ നമ്മുടെ നെസ്റ്റോയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഒത്തിരി മലയാളീസ് തന്നെ ഇവിടെ ഉണ്ടാവും കേട്ടോ. അറബീസ് മാത്രമല്ല മലയാളീസും ഇവിടെ കൂടുതലായിട്ട് വരാറുണ്ട്. അവൻ തലയിൽ വെക്കണ തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഊരി അവിടെ ഇട്ടിട്ട് തലയിൽ കാട്ടി പോകുന്നുണ്ട്. ആ സാധനമൊന്നും എടുത്തില്ല കേട്ടോ, തലയിൽ വെക്കണ വട്ടവും ആ തുണിയൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ നെസ്റ്റോയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ട്രോളി എടുത്തിട്ടുണ്ട്. ട്രോളി വന്ന് നമ്മൾ വീട്ടിലേക്കുള്ള കുറച്ച് പച്ചക്കറിയും പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കാശിക്കുട്ടിന് ഓരോ സാധനങ്ങളൊക്കെ ഇതുപോലെ എടുത്ത് പിറക്കി ഇട്ടണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മളെപ്പോഴും ഏതെങ്കിലും സബ്സ്ക്രൈബേഴ്സിനെ കാണാറുണ്ട്. ആരും കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ മിണ്ടുള്ളൂ, ആദ്യമൊന്നും മിണ്ടാറില്ല കേട്ടോ. മീനിലിടണ തടംപുളിയാ, മീനിലിടുന്ന തടംപുളിയാണ് ഇരിക്കുന്നത് ഗൈസ്. കാണിച്ചു കൊടുത്ത മീനിലിടുന്ന തടംപുളി എടുത്ത്. ഓക്കെ, ഇതാണ് മീനിലിടുന്ന തടംപുളി. എടുത്തമ്മ പറഞ്ഞ പേരക്ക വേണോ ആശിക്ക്? കാശിക്കുണ്ട് പേരക്ക വേണോ? കാശിക്കുണ്ട് പേരക്ക വേണോന്ന്? വേണം. ഇതെന്താ ഇരിക്കണേ? ഇതോ? ഇതെന്തുട്ടാടാ? മാങ്ങ, മാംഗോ. മാംഗോ എന്ന് പറ. എടുക്കണ്ടത് അച്ഛ എടുക്കാൻ പോയിട്ടുണ്ട്. ദേ പോയിക്കണം അച്ഛ. എന്താടാ ചെയ്യണേ? നിന്നെ അവര് ഫീലടിക്കും. അങ്ങനെ നമ്മളൊരു 10-40 മിനിറ്റ് അവിടെ നടന്ന് സാധനങ്ങളൊക്കെ പെറുക്കി. പിന്നെ മുകളിലേക്ക് പോയി നിലയും കൂടി ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് നമ്മൾ എന്താ മേടിച്ചെന്ന് ഓർക്കണില്ലല്ലോ, എന്താ സാധനം മേടിച്ചിട്ടോ മുകളിൽ പോയിട്ട്. അങ്ങനെ നമ്മൾ താഴെ വന്നു. എനിക്കെന്തോ ഒരു പുസ്തകം മേടിച്ചായിരുന്നു എനിക്ക്. പിന്നെ എനിക്കെന്തോ പേനോ എന്തോ വാങ്ങിച്ചു. പേനല്ല, ഞാനൊരു റിബണും കൂടി മേടിച്ചു. അപ്പം നമ്മളെല്ലാം വാങ്ങി താഴെ ഇറങ്ങിയിട്ടുണ്ട്. പുറത്ത് നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ ട്രോളി ബാഗ് കൊണ്ട് നമ്മുടെ വണ്ടി ഇടുന്ന സ്ഥലം വരെയും പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പർ സൈഡിലാണ് പാർക്ക് ചെയ്തേക്കണേ. ഇതുപോലെ റോഡ് ക്രോസ് ചെയ്തിട്ട് പോകാം. ഇതൊക്കെ പാർക്കിംഗ് ഏരിയ കേട്ടോ നെസ്റ്റോൻ്റെ തന്നെ. പിന്നെ ഇപ്പുറത്തൊക്കെ വേറെ ഷോപ്പുണ്ട്. അപ്പോൾ എന്നും കാശും കൂടി അപ്പർ സൈഡിൽ കൂടി വന്നു. ഞാൻ ഇപ്പർ സൈഡിൽ കൂടി നൈസായിട്ട് വേഗം വന്നിട്ട് ഗൈസ്. അവർ ട്രോളിയൊക്കെ ഉന്തിക്കൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ കാശിക്കൊണ്ട് ഈ വണ്ടിക്കകത്ത് ഉന്തിക്കൊണ്ട് നടക്കണം ഭയങ്കര ഇഷ്ടമാണ്. കടയിൽ കയറുമ്പോൾ ഇതിനകത്ത് കയറിയിരിക്കുന്നത് ഇഷ്ടമല്ല, പുറത്തിറങ്ങുമ്പോൾ ഇതിനകത്ത് കയറി ഉന്തണത് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനോട് വീണ്ടും ഉന്താൻ പറയണതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇവിടെ റോഡിൽ വലിയ തിരക്കൊന്നുമില്ല. വണ്ടികൾ വരുമ്പോൾ ഒന്ന് മാറി കൊടുത്തായി. ഇവിടെയുള്ള പാർക്കിങ്ങിനുള്ള വണ്ടി തന്നെയാണ് ഇവിടെ ഇട്ടേക്കണേ. സോ ഞങ്ങൾ നേരെ ഈ സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ വീട്ടിൽ പോവാണ്. എന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ കൂടി കാശിക്കൊണ്ടേയും കൊണ്ട് അൺബോക്സ് ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് അൺബോക്സ് ചെയ്യുന്നത്. സോ ഞങ്ങളിതൊക്കെ പാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോഴാണ് സൈഡിൽ കുറച്ച് പുല്ല് നിൽക്കണം ഞാൻ കണ്ടേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പുല്ല് കിട്ടില്ലേ, അറബി നാട്ടിലെ പുല്ല് കിട്ടില്ല, സങ്കടം വേണം. ഇതിൻ്റെ ഇല കാണാൻ പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് നല്ല കട്ടിയുള്ള ഇലയാണ്. ഞാൻ അതുകൊണ്ട് അതും പറിച്ചെടുത്തു. ഈ പുല്ല് ഇതിനെ കൂടുതൽ ഇത് രാത്രി കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുള്ള, പക്ഷെ ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഈ പുല്ല്. ഇത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ഏതെങ്കിലും കൂട്ടിലേക്ക് ഇട്ട് വെക്കാം. അപ്പം നമ്മൾ നെക്സ്റ്റ് പോലെ പർച്ചേസിങ് കഴിഞ്ഞ് കാശിക്കൂട്ടം ദേ കയറിയിരിക്കണം. അല്ല കാശിക്കൂട്ടം ഞങ്ങൾ മേടിച്ച സാധനത്തിനൊക്കെ കാവത്ത് കേട്ടോ. വേണ്ട, ഇവൻ പറത്തി കളയും ഗൈസ്. വേണ്ട, കുറച്ച് സാധനങ്ങളാണ് മേടിച്ചിട്ടുള്ളൂ. കളയില് പോകും. അപ്പം ഞങ്ങൾ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഇവിടെ തന്നെ കടയിൽ പോയി വന്ന ശേഷം കാശിക്കുട്ടൻ്റെ പുറത്ത് വെച്ച സാധനങ്ങളൊക്കെ അകത്തേക്ക് കൊണ്ടുവെക്കാൻ കേട്ടോ. കാശി അറബി ഉടുപ്പ് ഇട്ടേം കൊണ്ട് നല്ല ശക്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ സാധനങ്ങളും എടുത്ത് അകത്തേട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ചിട്ട് വന്നൊക്കെ പുറത്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. നമ്മൾ ഡോറ് തുറന്നിട്ട് ഇനി നമ്മളെല്ലാം എടുത്ത് അകത്ത് വെക്കും അല്ലേ? വെച്ചോ. എന്തൊക്കെയുള്ളതെന്ന് തുറന്ന് നോക്കണം. ഒക്കെ എടുത്ത് വെച്ചോ. ഞാനും വരാം. അമ്മയെ വരട്ടെ? അമ്മയും കൂടി വരട്ടെ. വെയിറ്റ് ഉള്ള കാശ് ഓക്കെ. കൊണ്ടുപോക്കോ. പോട്ടെ വണ്ടി പോട്ടെ. ഓക്കെ ഡൺ. അറബി ഉടുപ്പൊക്കെ ഊരാൻ പോവാ അല്ലേ? ഇതൊക്കെ തുറന്നു നോക്കിട്ടാണ് ഊരണേ. ഓക്കെ, എന്തൊക്കെ മേടിച്ചു നോക്കാം. ഉടുപ്പ് ഊരണ്ട പിള്ളേട്. ഉടുപ്പ് മാറിയിട്ട് എന്തോ ഉടുപ്പ് മാറിയിട്ട് സാധനങ്ങളൊക്കെ തുറന്നു നോക്കിയാ മതിയാ? ഓക്കെ, എന്നാ ഉടുപ്പ് മാറാവാ. ഇങ്ങോട്ട് നോക്ക്.
ഓക്കെ, ഡ്രസ്സ് മാറി. ഇനി കാശി കവറൊക്കെ അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. കാശിക്ക് എന്താ കിട്ടിയേ? ജ്യൂസ്. എല്ലാരും ചോദിക്കൂട്ടെ നമ്മുടെ വീട്ടിൽ എവിടെന്നാ ഇത്ര അധികം ഇങ്ങനത്തെ കുപ്പി ഇരിക്കണേന്ന്. ഞങ്ങളത് ഈ ഒരു സാധനം മേടിച്ചിട്ടാണ്ടോ ഞങ്ങൾക്ക് ഈ കുപ്പി. അൽമറായി അല്ലേ? അൽമറായിയുടെ ഈ കുപ്പി ഡേയ്സ് മിൽക്കാണ്. ഇത് ഞങ്ങൾ എപ്പോഴും മേടിച്ചു കുടിക്കും. ഒരു ദിവസം ഒരാഴ്ച മേടിക്കുമ്പോൾ 4 മേടിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈ കുപ്പികളൊക്കെ ഇങ്ങനെ ഇവിടെ തൂക്കി കിട്ടേക്കണം അധികം. ഇതൊക്കെ ഉണ്ട് മേടിച്ചേക്കണേ. എന്താ അത്? ആ, ഇതെന്താ അത്? പിന്നണ സാധനമാണോ? അതായത് എന്താ ഉള്ളത്? ആ, ഇതിന്റെ പേരെന്താ? കാശിക്കിഷ്ടം കാശിക്കിഷ്ടം സാധനോ? സാധനത്തിന്റെ പേരെന്താ? കാശിക്ക് ഇഷ്ടമുള്ള സാധനത്തിന്റെ പേരെന്താ? അച്ചപ്പം. കൈ കഴുകിട്ട് വേണം കേട്ടോ തിന്നാൻ. കൈ കഴുകിട്ടില്ല, പൊട്ടിച്ചിപ്പ് വെക്കാം. കൈ കഴുകിട്ട് വേണം കഴിക്കാൻ വേണ്ടിട്ടാ. ആ, ഓക്കെ. ആ, തുറക്കാം. ആ, തുറന്നു വെക്കണ്ട, കൈ കഴുകിട്ട് വേണം തുറക്കാൻ. ഓക്കെ, അടുത്ത കുട്ടിക്ക് കവറ്. ആ കവർ എടുത്ത് വെച്ച്. ആ, അടുത്ത കവർ എടുക്ക് പോയി. 1 2 3 4 എണ്ണ്. ഇത് ജ്യൂസ്. അത് കൊണ്ടാട്ടമുളക്. എന്താ മുളകാ? ഷമാമാണത്. പിന്നെ എന്തൊക്കെ മേടിച്ചാണ്? ഇതെന്താ? ക്യാരറ്റ്. പിന്നെ ഇതെന്താ? എന്താ? മത്തങ്ങ. ഇതെന്താ? അവരെ കൊണ്ടേ കാണിച്ചു കൊടുത്ത എന്താന്ന് പറയും. എന്താണെന്ന് പറ. പിന്നെ ഇതോ? അവരെ കൊണ്ടേ കാണിച്ചു കൊടുക്ക്. എന്താ പേര് പറ. ഇതോ? എന്താ നോക്കിയേ? എന്താണത്? അറിയാല്ല. അത് തിന്നാൻ എന്ത് പറ്റും? കണ്ണിന് എന്ത് പറ്റും? കണ്ണിന് നല്ല കാഴ്ച കിട്ടും. എന്ത് സാധനം അത്? ചീര. ആ, ചീര. പിന്നെ എന്താ? മാംഗോ മേടിച്ചിട്ടുണ്ട്. സവാള മേടിച്ചിട്ടുണ്ട്. സവാള. പിന്നെ എന്തെന്നാ? വേപ്പല. കാശിക്ക് ഇഷ്ടമുള്ള സാധനം കേട്ടോ. ഇത് എന്താ? കാണിച്ചു കൊടുക്കുന്നുണ്ട്. കോണ് മേടിച്ചിട്ടുണ്ട് ഞങ്ങള്. തിന്നാ ഇപ്പൊ തിന്നണ്ട, അതൊക്കെ കൈ കഴുകണം. പിന്നെ എന്താ? പിന്നെ ഉണ്ട് അൽമറായി. കണ്ടോ കുപ്പി? അപ്പൊ നമ്മള് ഇവിടെ നോക്കി പറ. നമ്മള് കിടന്നുറങ്ങാൻ പോവാണല്ലേ? അപ്പൊ നമ്മളെല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞെന്ന് പറഞ്ഞേ. അതിനകത്തില്ല, അത് കവർ മാത്രമേ ഉള്ളൂ. ആ, പറഞ്ഞേക്ക്. ഒരു ബായ് പറഞ്ഞേക്ക് എല്ലാരോടും. ഗുഡ് നൈറ്റ് പറഞ്ഞേക്ക്. നീ പിന്നെ വരാന്ന് പറ. വീഡിയോ ഇഷ്ടപ്പെട്ട ഇവിടെ നോക്കുന്നു. ഉമ്മ എടുക്ക്.